ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂമാനി മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. കരിക്കിൻ്റെ ജാം എന്ന സീരീസിൻ്റെ അവസാന എപ്പിസോഡ് ഇപ്പോൾ റിലീസായിരിക്കുകയാണ്. സോ ഈ 3 എപ്പിസോഡുകളും കണ്ടതിന് ശേഷം എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ 3 എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ വീഡിയോയിലൂടെ ഈ സീരീസിൽ വന്നിട്ടുള്ള നല്ല കാര്യങ്ങളും അതുപോലെ തന്നെ ഈ അവസാന എപ്പിസോഡിൽ വന്നിട്ടുള്ള മോശം കാര്യങ്ങളും എല്ലാം ചേർത്തുകൊണ്ടാണ് പറയാനായി പോകുന്നത്. അതിലാദ്യം ഡീറ്റെയിലുകൾ നോക്കാം. ഒന്ന്, രണ്ടാമത്തെ എപ്പിസോഡിൽ വരുണിന്റെ സുഹൃത്തുക്കൾ പറയുന്നുണ്ട് മെട്രോയുടെ അടുത്ത് ഇത്രയും വില കുറച്ച് ഈ ഫ്ലാറ്റ് കിട്ടുന്നത് അവിടെ പ്രേതബാധ ഉള്ളത് കൊണ്ടായിരിക്കാമെന്ന്. സോ ഈ 3-ാമത്തെ എപ്പിസോഡിൽ സുനിൽ എന്ന ക്യാരക്ടറിനെ കാണിക്കുമ്പോൾ ആ ഒരു കാര്യം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി പറയുന്നുണ്ട്. അയാളും അത്ര വലിയ സാമ്പത്തിക സ്ഥിതിയിലൊന്നും അല്ലെന്നും ഒരു പെട്ടിക്കടയുള്ളത് പൊളിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് ലോൺ എടുത്ത് വിൽക്കാൻ പോവുകയാണ് എന്നെല്ലാം പറയുന്നുണ്ട്. സോ അതിലൂടെ അവിടെ താമസിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും വരുണിനെ പോലെ തന്നെ അത്ര സാമ്പത്തിക സ്ഥിതി ഉള്ളവരൊന്നും അല്ലെന്നും അതുകൊണ്ടാണ് വരുണും സുനിലുമെല്ലാം ആ പ്രേതബാധ ഉള്ള ഫ്ലാറ്റിലേക്ക് എത്തിപ്പെട്ടതെന്നും പാർട്ടി പ്രേതബാധ ഉണ്ടെന്നറിഞ്ഞിട്ടും അവിടെ നിന്നും പോകാത്തതും ഈ സാമ്പത്തിക സ്ഥിതി മൂലമാണെന്നും മനസ്സിലാക്കാം. 2, കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്ന കാര്യമാണ് ഇവരെ ഇങ്ങനെ ആ പ്രേതം ശല്യപ്പെടുത്തുന്നതിന്റെ കാരണം ഇവർ ആ പേര് തെറ്റിച്ചെഴുതിയതാകാമെന്ന്. സോ അത് തന്നെയായിരുന്നു റീസൺ എന്ന് ഈ 3-ാമത്തെ എപ്പിസോഡിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, 1-ാമത്തെ എപ്പിസോഡിൽ കൃഷ്ണചന്ദ്രന്റെ പ്രേതം ഇവരോട് പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ ഉറക്കം കളയുമെന്ന്. സോ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രേതം ഇങ്ങനെ ഉറക്കം കളയും എന്ന രീതിയിൽ തന്നെ പറയുന്നതെന്ന് വെച്ചാൽ കൃഷ്ണചന്ദ്രൻ ഒരു സെക്യൂരിറ്റി ആയിരുന്നു. സെക്യൂരിറ്റിമാരുടെ ഏറ്റവും വലിയ ജോലി രാത്രികാലങ്ങളിൽ ഉറക്കം നിന്ന് കാവൽ നിൽക്കുക എന്നുള്ളതാണ്. ഈ പ്രേത കഥാപാത്രം അതുപോലെ നല്ലൊരു സെക്യൂരിറ്റി ആണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താൻ ഉറക്കമൊഴിച്ച് ജോലി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അതിൽ കള്ളത്തരങ്ങൾ കാണിക്കുന്നവരെ, പേരും മറ്റും തെറ്റിച്ചെഴുതുന്നവരെ അതേപോലെ അവരുടെ ഉറക്കം കളഞ്ഞ് ശല്യപ്പെടുത്താനാണ് ആ പ്രേതം ശ്രമിക്കുന്നത്. ഇതുകൊണ്ടാണ് ഉറക്കം കളയും എന്നുള്ള രീതിയിൽ തന്നെ കൃഷ്ണചന്ദ്രന്റെ പ്രേതം അവിടെ പറഞ്ഞത്. സോ 3-ാമത്തെ എപ്പിസോഡ് കണ്ടതിന് ശേഷം ഇത് ഇത്ര സിമ്പിൾ ആയിരുന്നോ, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ ആ പ്രേതത്തിന് ആദ്യ ദിവസം തന്നെ അവരെ ഉപദ്രവിച്ചാൽ പോരായിരുന്നു എന്ന് തോന്നാം. സോ അതിനുള്ള ഉത്തരമായിട്ട് എനിക്ക് തോന്നിയത് കൃഷ്ണചന്ദ്രൻ പറയുന്നത് പോലെ തന്നെ എളുപ്പത്തിൽ അവരെ അങ്ങ് കൊല്ലാൻ ശ്രമിക്കുകയല്ല, പകരം അവരെ ഇതേപോലെ ഉറക്കം കളഞ്ഞ് ശല്യപ്പെടുത്തി അവരുടെ ഉറക്കമെല്ലാം കളയുന്ന രീതിയിൽ കൊണ്ടെത്തിച്ചതിന് ശേഷം മാത്രം അവരെ കൊല്ലാനാണ് ആ പ്രേതം ശ്രമിക്കുന്നത്. കൂടാതെ ഈ ഒരു പ്രേത കഥാപാത്രം അത്തരത്തിൽ ഒരു സെക്യൂരിറ്റി ആയതുകൊണ്ടാണ് ഇവരെ പേടിപ്പിക്കാൻ നോക്കുന്ന സമയത്ത് ആദ്യം പവർ വരാതെ ഇരിക്കുകയും എന്നാൽ സെക്യൂരിറ്റിയുടെ ആ വിസിലെടുത്ത് ഊതുന്ന സമയത്ത്, സെക്യൂരിറ്റിയുടെ ജോലി ചെയ്ത സമയത്ത് പെട്ടെന്ന് പവർ കയറി വരുന്നത് പോലെയും കാണിച്ചത്. മറ്റൊന്ന്, കൃഷ്ണചന്ദ്രൻ അവരെ കൊല്ലാൻ നോക്കുന്നതും താൻ എങ്ങനെയാണോ മരിച്ചത് അതേ രീതിയിൽ തന്നെയാണ്. പാർട്ടി പറയുന്നതനുസരിച്ച് ഒരു ഈച്ചയെ പിടിക്കാനായി ചാടുമ്പോഴാണ് കൃഷ്ണചന്ദ്രൻ മരിക്കുന്നത്. അതേ രീതിയിൽ തന്നെയാണ് ഇവരെ കൊല്ലാനായി ശ്രമിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഇവരാ ഫ്ലാറ്റിലെ നിബന്ധനകൾ വായിക്കുന്ന സമയത്ത് ഇവരാ രജിസ്റ്ററിൽ പേര് തെറ്റിച്ചെഴുതിയതാണ് ഇവർക്കെതിരെ വരുന്ന കാരണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ നിബന്ധനകളിലൂടെ തന്നെ എന്തുകൊണ്ടാണ് പാർട്ടിയുടെ ഫ്ലാറ്റിൽ വന്നവരെയും കൃഷ്ണചന്ദ്രൻ ഉപദ്രവിച്ചിരുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതായത് ആ നിബന്ധനകളിൽ രണ്ടാമതായി പറയുന്നത് കോമൺ പ്ലേസുകളിൽ പുകവലിക്കാനോ മദ്യപിക്കാനോ പാടില്ല എന്നാണ്. പാർട്ടിയുടെ വീട്ടിൽ വന്നിരുന്നവർ ടെറസിൽ പോയിരുന്നു കൊണ്ട് മദ്യപിച്ചു എന്നായിരുന്നു പറയുന്നത്. അതായത് അവർ കോമൺ പ്ലേസ് ആയിട്ടുള്ള ടെറസിൽ ഇരുന്നു കൊണ്ട് മദ്യപിച്ചത് കൊണ്ടാണ് അന്ന് കൃഷ്ണചന്ദ്രന്റെ പ്രേതം അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. കൂടാതെ ഈ കൃഷ്ണചന്ദ്രൻ ഇവരെ കൊല്ലാനായി പോകുന്ന സമയത്ത് ഒരു ഭീമാകാരനായി വളരെ വലിപ്പമുള്ള ഒരു രൂപത്തിലേക്ക് മാറുന്നുണ്ട്. ഇതെനിക്ക് തോന്നിയത് ഇയാൾ ഇത്തരത്തിൽ ഒരു വലിയ ബിൽഡിങ്ങിന്റെ സെക്യൂരിറ്റി ആയതുകൊണ്ട് അത്തരത്തിൽ ഒരു ബിൽഡിംഗ് പോലെ വലിപ്പം വെക്കുന്ന രീതിയിൽ കാണിച്ചു എന്നാണ്. മറ്റൊന്ന്, ആദ്യത്തെ എപ്പിസോഡിൽ ആ സെക്യൂരിറ്റി ഇവർ വരുമ്പോൾ അവിടെ ഇരുന്ന് ഉറങ്ങുന്നതായും 2-ാമത്തെ എപ്പിസോഡിൽ ഞാൻ ജസ്റ്റ് ഒന്ന് മയങ്ങിയതേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അത് കാണുമ്പോൾ അയാൾക്ക് ഒരു അബദ്ധം പറ്റിയതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. എന്നാൽ ഈ എപ്പിസോഡിൽ ഉണ്ണി മാത്യൂസ് അയാളെ തിരക്കി വരുമ്പോൾ അയാൾ അവിടെയെങ്ങും ഇല്ല എന്നും എപ്പിസോഡിന്റെ ഏറ്റവും ഒടുവിൽ അനൂക്കെ അനിയനും രത്തനുമെല്ലാം തിരക്കി വരുമ്പോഴും അയാൾ അവിടെ ഇല്ല എന്നുമാണ് കാണിക്കുന്നത്. സോ ആ സെക്യൂരിറ്റി ജസ്റ്റ് അന്ന് മയങ്ങിപ്പോയതല്ല, മിക്ക സമയങ്ങളിലും അയാൾ ഇങ്ങനെ തന്നെയാണ്. ഒന്നില്ലെങ്കിൽ ഉറങ്ങുകയാണ്, അല്ലെങ്കിൽ ആ ജോലിയിൽ ശ്രദ്ധിക്കാതെ മറ്റെവിടെയെങ്കിലുമാണ് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. കൂടാതെ അവിടെയുള്ള നിബന്ധനകൾ എഴുതിയിട്ടുള്ള ബോർഡ് നോക്കിയാലും അത് ഒഴിവാക്കി വേസ്റ്റിന്റെ കൂടെ എല്ലാം ഇട്ടിരിക്കുന്നത് പോലെയാണ് കാണിക്കുന്നത്. സോ ഈ നിബന്ധനകളെല്ലാം കൃഷ്ണചന്ദ്രൻ സെക്യൂരിറ്റി ആയിരുന്ന സമയത്ത് കൃത്യമായി പാലിച്ചതാണെന്നും ആ സമയം ആ നിബന്ധനകളുടെ ബോർഡ് സൂക്ഷിച്ചിരുന്നുവെന്നും എന്നാൽ ഇപ്പോഴത്തെ സെക്യൂരിറ്റി ഇങ്ങനെ അലസനായതുകൊണ്ട് ഇത് അധികം ശ്രദ്ധിക്കാതെ വേസ്റ്റ് കൊട്ടയിലേക്ക് ഇട്ടിരിക്കുകയാണെന്നും മനസ്സിലാക്കാം. കൂടാതെ ഏറ്റവും ഒടുവിലായി രത്തനും അനൂക്യാനിയനും വരുന്ന സമയത്ത് വീണ്ടും കൃഷ്ണചന്ദ്രന്റെ പ്രേതം അവരെ പിന്തുടരുന്നതായി കാണിക്കുന്നുണ്ട്. സോ ആ സമയം ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടാകാം, ഇതിന്റെ കഥ വീണ്ടും തുടരുന്നു എന്ന രീതിയിലാണ് കാണിച്ച് അവസാനിപ്പിക്കുന്നത്. സോ ഇതിനൊരു സൂചന തരുന്നത് പോലെ തന്നെയാണ് രത്തൻ വന്നിറങ്ങുമ്പോൾ ടീഷർട്ടിലായി സി യു ലേറ്റർ എന്ന് എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നത്.
ഇനി ഈ എപ്പിസോഡിൽ വന്നിട്ടുള്ള കുറച്ച് പോരായ്മകൾ പറയാം. അതായത് ഈ 3 എപ്പിസോഡുകളും കരിക്കിന്റെ മറ്റുള്ള സീരീസുകളെക്കാട്ടിലും വളരെ ലെങ്ത് കുറഞ്ഞതായിരുന്നു. 12-13 മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. അതിൽ ആദ്യത്തെ 2 എപ്പിസോഡുകളിൽ അവർ പ്രമോഷൻസ് അവതരിപ്പിച്ചപ്പോൾ അത് വളരെ ലാഗൊന്നുമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ പറഞ്ഞ് അവസാനിപ്പിച്ചതുകൊണ്ട് അത് നമ്മളെ അത്ര കാര്യമായി ബാധിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ ഈ എപ്പിസോഡിൽ 14 മിനിറ്റിൽ താഴെ മാത്രം വരുന്ന ഒരു എപ്പിസോഡിൽ ഏകദേശം 2 മിനിറ്റോളമാണ് ആ ഒരു പ്രമോഷൻസിനായി അവർ ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഈ ഒരു 13-14 മിനിറ്റ് മാത്രം വരുന്ന ഒരു എപ്പിസോഡിൽ 2 മിനിറ്റോളം ഇങ്ങനെ അവർ സമയം കളയുകയാണ് ചെയ്തത്. മറ്റൊന്ന്, ഇപ്പോൾ മിക്ക കരിക്കിന്റെ സീരീസുകളുടെ അവസാന എപ്പിസോഡ് എത്തുന്ന സമയത്ത് അത് മുൻ എപ്പിസോഡുകളിൽ നിന്നും കുറച്ച് മോശമായി തോന്നാറുണ്ട്. മുൻ എപ്പിസോഡുകൾ വിജയിച്ച് വന്നതിന് ശേഷം അവസാന എപ്പിസോഡ് എന്തെല്ലാമോ കാണിച്ച് തട്ടിക്കൂട്ടി അവസാനിപ്പിച്ചതുപോലെയാണ് തോന്നാറ്. പൊരുളിന്റെ സീരീസിൽ അവസാന എപ്പിസോഡ് വന്ന സമയത്ത് ഈ കാര്യം ഞാൻ പറഞ്ഞിരുന്നതാണ്. ഇതേപോലെ തന്നെയാണ് ഈ ഒരു 3ാമത്തെ എപ്പിസോഡ് കണ്ടതിന് ശേഷവും എനിക്ക് തോന്നിയത്. 1ാമത്തെയും 2ാമത്തെയും എപ്പിസോഡുകളിൽ പല കാര്യങ്ങളും കാണിക്കുകയും എന്നാൽ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സിമ്പിളാക്കി എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഉദാഹരണത്തിന് 1ാമത്തെ എപ്പിസോഡിൽ ഇവർ അവിടെ വരുന്ന സമയത്ത് കൃഷ്ണേന്ദ്രനെ പോലെ തന്നെ ഒരു കുട്ടിയെയും ഭാര്യയെയും കാണിക്കുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ആ സമയം ആ ഫ്ലാറ്റിൽ താമസിച്ച് കാനഡയിലേക്ക് പോയിട്ടുള്ള കുടുംബത്തെയാണ് സൂചിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇവിടെ വരുന്ന ശബരീഷിന്റെയും ആനന്ദ് മാത്യൂസിന്റെയും ക്യാരക്ടറുകൾക്ക് ഈ ഒരു കാര്യമൊന്നും അറിയാത്തതുകൊണ്ട്, അവിടെ 2-3 പേർ താമസിക്കുന്നുണ്ട് എന്നൊന്നും അറിയാത്തതുകൊണ്ട് ആ സീനുകളിൽ കൃഷ്ണേന്ദ്രനെ മാത്രം കാണിച്ചിരുന്നുവെങ്കിലും, കൃഷ്ണേന്ദ്രൻ മാത്രം താമസിക്കുന്ന ഫ്ലാറ്റാണ് അതെന്ന് കാണിച്ചിരുന്നുവെങ്കിൽ കൂടി യാതൊരു വ്യത്യാസവും വരാൻ പോകുന്നില്ലായിരുന്നു. എന്നിട്ടും ആ ഒരു സീനുകളിൽ കുറച്ച് ഹൊറർ എലമെന്റ്സ് എല്ലാം കൊണ്ടുവരുന്ന രീതിയിൽ ഒരു മിസ്റ്ററി പോലെയെല്ലാമാണ് ബാക്കിയുള്ള 2 കഥാപാത്രങ്ങളെ അവിടെ കാണിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ അതിൽ ഞാൻ പറഞ്ഞതുപോലെ യാതൊരു കാര്യവും ഇല്ലായിരുന്നു. ഒരൊറ്റ കഥാപാത്രമേ ഉള്ളുവെങ്കിൽ കൂടി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലായിരുന്നു എന്നാണ് അവസാന എപ്പിസോഡ് കണ്ടു കഴിയുമ്പോൾ തോന്നുന്നത്. ഇതുപോലെ തന്നെയാണ് 2ാമത്തെ എപ്പിസോഡിൽ പാട്ടിയെയും പാട്ടിയുടെ താത്തയും മറ്റും കാണിക്കുമ്പോൾ, പാട്ടിയുടെ താത്ത കൃഷ്ണേന്ദ്രന്റെ കാര്യം പറയുമ്പോൾ പേടിച്ച് വീഴുന്നതെല്ലാം കാണിക്കുമ്പോൾ അതിൽ മറ്റെന്തെങ്കിലും കാര്യമുണ്ടോ എന്നെല്ലാം നമ്മൾ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ യാതൊരു കാര്യവുമില്ല, അതെല്ലാം വെറുതെ കാണിച്ചു പോയതാണ് എന്നുള്ള രീതിയിലാണ് ഈ അവസാന എപ്പിസോഡ് കൊണ്ടുവന്ന് അവസാനിപ്പിച്ചത്. സോ ഇതൊരു കോമഡി സീരീസ് ആയതുകൊണ്ട് തന്നെ വലിയ കാര്യമൊന്നുമില്ലാതെ സിമ്പിളായി കണ്ടിരിക്കുന്ന രീതിയിൽ മനോഹരമാണ്. എന്നിരുന്നാലും ആദ്യത്തെ 2 എപ്പിസോഡുകൾ കണ്ടതിന് ശേഷം ഈ 3ാമത്തെ എപ്പിസോഡ് കാണുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നിയത് ആദ്യത്തെ 2 എപ്പിസോഡുകൾ പോലെ അത്ര വലിയ കോമഡിയൊന്നും ഇല്ലായിരുന്നു. അത്ര വലിയ ട്വിസ്റ്റോ കാര്യങ്ങളോ പേടിപ്പിക്കുന്നതോ ചിന്തിപ്പിക്കുന്നതോ ആയിട്ടുള്ള യാതൊരു കാര്യവും ഈ 3ാമത്തെ എപ്പിസോഡിൽ ഇല്ലായിരുന്നു എന്നാണ്. സോ എന്താണ് ഇതിനെക്കുറിച്ചുള്ള എല്ലാം നിങ്ങളുടെ അഭിപ്രായം എന്ന് തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. വീഡിയോയുടെ അവസാനിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. നമുക്ക് അടുത്തൊരു എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.